വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയൽസിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 ഇസ് എ സീറോ ഓഫ് ദി പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 2k പ്ലസ് 2 ദെൻ ദ വാല്യൂ ഓഫ് കെയുടെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ എന്തെന്നും തന്നിട്ടുണ്ട്, 2 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടുള്ളത്? ഈ എക്സിൻ്റെ പ്ലേസിലെല്ലാം നമ്മൾ 2 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടുള്ളത് എക്സ് സ്ക്വയർ മൈനസ് 2k പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, കാരണം എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് പോളിനോമിയലിൻ്റെ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ആൻസർ 0 ആയിരിക്കും വരുന്നത്. സോ അതുകൊണ്ടാണ് ഈസ് ഈക്വൽ ടു 0 എന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 2 സ്ക്വയർ മൈനസ് 2k പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 മൈനസ് 2k പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. 4 പ്ലസ് 2 6 ആണ്. മൈനസ് 2k ഇസ് ഈക്വൽ ടു 0. ദെൻ മൈനസ് 2k ഇസ് ഈക്വൽ ടു 0 പ്ലസ് 6 ഇപ്പുറം വരുമ്പോൾ മൈനസ് 6. ദെൻ മൈനസ് 2k ഇസ് ഈക്വൽ ടു 0 മൈനസ് 6 എന്താണ്? മൈനസ് 6. ദെൻ കെയുടെ വാല്യൂ കണ്ടെത്തണം. k ഇസ് ഈക്വൽ ടു മൈനസ് 6. മൈനസ് 2നെ ഇപ്പുറത്തോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻറ്റു ആണ്, ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവിഷനായിട്ട് മാറും. ഇതും ക്യാൻസൽ ആവും. അപ്പം നമുക്ക് ആൻസർ എന്താണ് കിട്ടിയത്? കെയുടെ വാല്യൂ 3 ആണ് കിട്ടിയത്. കണ്ടോ? അപ്പം ചിലരുടെ മനസ്സിൽ ഡൗട്ട് വരെ ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നത് കറക്റ്റ് ആണോ? ഇതാ നോക്കിക്കോ, നമുക്കിവിടെ കെയുടെ വാല്യൂ എക്സിൻ്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ആൻസർ 0 തന്നെയായിരിക്കും വരുന്നത്. എക്സിൻ്റെ വാല്യൂ 2 മൈനസ് 2 ഇൻറ്റു കെയുടെ വാല്യൂ എന്താ കിട്ടിയത്? 3 പ്ലസ് 2. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 6 പ്ലസ് 2. 4 പ്ലസ് 2 എത്രയാണ്? 6 മൈനസ് 6. കണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഈക്വൽ ടു 0 എന്ന് എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? കെയുടെ വാല്യൂ 3. അപ്പം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെയുടെ വാല്യൂ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 2k പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അതിനുശേഷം എക്സിൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈസ് എ ഡാഷ് പോളിനോമിയൽ. ഇത് എന്ത് പോളിനോമിയൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഡിഗ്രി എന്താണ്? 2 ആണ് അല്ലേ? അപ്പോൾ ഡിഗ്രി 2 വരുന്ന പോളിനോമിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്വാഡ്രാറ്റിക്. And third question, value of p of t is equal to 2 plus t plus 2 t square minus t cube when t equal to 0. അതായത് ടിയുടെ വാല്യൂ 0 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പി ഓഫ് ടിയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ടിയുടെ വാല്യൂ എന്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? 0. ക്വസ്റ്റ്യൻ എന്താണ്? 2 plus t plus 2 t square minus t cube. അപ്പം ഇവിടെ എല്ലാം നമ്മൾ 0 കൊടുക്കണം അല്ലേ? പി ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ 0 കൊടുക്കാം. അപ്പോൾ 2 പ്ലസ് 0 പ്ലസ് 2 ഇൻറ്റു ടിയുടെ പ്ലേസിൽ 0 അല്ലേ? 0 സ്ക്വയർ മൈനസ് ടിയുടെ പ്ലേസിൽ 0, അപ്പോൾ 0 ക്യൂബ്. അപ്പോൾ 2 പ്ലസ് 0 പ്ലസ് 2 ഇൻറ്റു 0 സ്ക്വയർ, 0യുടെ സ്ക്വയർ 0, 2 ഇൻറ്റു 0 എന്താണ്? 0 മൈനസ് 0യുടെ ക്യൂബ് എന്താണ്? 0. സോ ആൻസർ എന്താണ് കിട്ടിയത്? 2. ഓക്കെ, അപ്പം നമുക്ക് ടിയുടെ പ്ലേസിൽ എന്താണ് 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 2. ക്ലിയർ? ഇവിടെ 2 ആണ്, അതും കൂടി മറിഞ്ഞു ടിക്ക് വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ 2 ആണ് കറക്റ്റ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 0 ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 9x പ്ലസ് 9s. അതായത് മൈനസ് 9x പ്ലസ് 9 ഇതിൻ്റെ 0 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ 0 വരണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതാണ് എക്സിൻ്റെ വാല്യൂ വരേണ്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളത്? അതിന് ഇവിടെയുള്ള ഓപ്ഷൻസ് ഇതിനകത്തോട്ട് ഇട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ഞാൻ 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മൈനസ് 9 ഇൻറ്റു 0 പ്ലസ് 9. അപ്പം ഇവിടെ 0 വരും, പ്ലസ് 9 നമുക്ക് 9 ആണ് കിട്ടുന്നത്. പറ്റൂല. അടുത്തത് എന്താണ്? മൈനസ് 9. അപ്പം മൈനസ് 9 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ എന്താണ് ഇട്ട് കൊടുക്കേണ്ടുള്ളത്? മൈനസ് 9 പിന്നെന്തുണ്ട്? പ്ലസ് 9. അപ്പോൾ ഇവിടെ 81 പ്ലസ് 9 എന്തായാലും 0 കിട്ടൂല. അപ്പോൾ ഇതുമല്ല. ഇനി അടുത്തത് എന്തുണ്ട്? -1. നമുക്ക് നോക്കാം. -9 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ -1 പ്ലസ് 9. അപ്പോഴും നമുക്ക് 81 പ്ലസ് 9 തന്നെയാണ് വരുന്നത് അല്ലേ? സോറി 81, സോറി 9 1s are 9, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ 9 പ്ലസ് 9 എന്താ വരുന്നത്? 80.
സോ അതുമല്ല. ഇനി ഒരു ഓപ്ഷനും കൂടിയുള്ളത് എന്താണ് 1. നമുക്ക് നോക്കാം. ഇവിടെ -9 x + 9 ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ -9 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ 1 + 9 ദാറ്റ് ഈസ് -9 + 9 എത്രയാണ് കിട്ടിയത്? 0. അപ്പോൾ എന്താണ് ആൻസർ? കറക്റ്റ് 1 ആണ് ആൻസർ കറക്റ്റ്. സോ അപ്പോൾ ഇതാണ് ഓപ്ഷൻ കറക്റ്റ്. ഓക്കെ, എപ്പോഴും ഓർക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എന്ത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ആൻസർ 0 വരുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടുള്ളത്. സോ നമ്മളെല്ലാം ഇവിടെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ വന്നത്? എക്സിന് 1 ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്തത് എക്സ്പാൻഡ് യൂസിങ് ഐഡൻറ്റിറ്റീസ്. 1/4a - 1/2b + 1² ഇത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. സോ മിസ് ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് അടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇത് ഏത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യേണ്ടുള്ളത്? നമ്മളിത് ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടില്ലേ? x + y + z the whole square is equal to x square + y square + z square plus 2xy + 2yz + 2zx. ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ചില മക്കൾസിന് പെട്ടെന്നൊരു ഡൗട്ട് തോന്നാം, ഇവിടെ എല്ലാം പ്ലസ് സൈൻ ആണല്ലോ, ഇവിടെ മൈനസ് സൈൻ വന്നിട്ടുണ്ടല്ലോ എന്ന്. നമുക്കിത് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊന്ന് എഴുതിയാലോ? 1/4a + -1/2b + 1² ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെയല്ലേ? എഴുതാൻ നോക്കിയേ. പ്ലസ് ഇൻറ്റു മൈനസ്, നമുക്കിവിടെ എന്ത് തന്നെ വരും? മൈനസ് തന്നെ വരും. ഇപ്പോൾ എല്ലായിടവും പ്ലസ് സൈനുമായി ഈ ഐഡൻറ്റിറ്റിയും തന്നെ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിനി എക്സും വൈയും സെഡും ഒക്കെ ഒന്ന് എടുത്ത് സൈഡിൽ എഴുതാം. എക്സ് എന്താണ്? 1/4a, വൈ എന്താണ്? -1/2b, ഇസഡ് എന്താണ്? 1. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടുള്ളത്? ആദ്യം x² + y² + z². എക്സ് എന്ന് പറയുന്നത് 1/4a ആണ്. അപ്പോൾ 1/4a the whole square പ്ലസ് y. y എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? -1/2b. അപ്പോൾ അതിൻ്റെ സ്ക്വയർ. ആ മൈനസ് സൈൻ എടുത്ത് കളയല്ലേ. പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1. അതിൻ്റെ എന്താണ്? സ്ക്വയർ. കണ്ടോ? പ്ലസ് ഇനി എന്താണ് ഇവിടെ? 2xy എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ എന്താണ്? 1/4a ഇൻറ്റു പിന്നെന്താണ്? y. വൈയുടെ പ്ലേസിൽ എന്താണ്? -1/2b. ഓക്കെ, പ്ലസ് പിന്നെന്തുണ്ട്? 2yz. അപ്പോൾ 2 ഇൻറ്റു മീൻസ് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. വൈയുടെ വാല്യൂ -1/2b ഇൻറ്റു ഇസഡ് അല്ലല്ലോ 2 ഓക്കെ 2yz. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എന്താണ്? 1 പ്ലസ് 2zx എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഇസഡിൻ്റെ വാല്യൂ 1 ഇൻറ്റു എക്സ് എന്താണ്? 1/4a. കണ്ടല്ലോ? നമുക്ക് ചെയ്യാം. ഇസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ 1ൻ്റെയും 4ൻ്റെയും എയുടെയും സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1/4ൻ്റെ സ്ക്വയർ 16, എൻ്റെ സ്ക്വയർ a² പ്ലസ് -1ൻ്റെ സ്ക്വയർ 1/2ൻ്റെ സ്ക്വയർ 4, ബീൻ്റെ സ്ക്വയർ b² പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് ഇനി ഇവിടെ എൻ്റെ മക്കൾസ് നോക്കേണ്ടുള്ളത് ഈ 2ഉം ഈ 4ഉം കൂടി എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ നോക്കിക്കോ. ഇവിടെ നമുക്ക് 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. അപ്പോൾ 1 × 1 1. പിന്നെ ഇവിടെ a ഉണ്ട്, ഇവിടെ നമുക്ക് b ഉണ്ട്. അപ്പോൾ a × b ab. പിന്നെ എന്തുണ്ട്? മൈനസ് സൈൻ. അപ്പോൾ -ab ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ 2 × 2 4. മനസ്സിലായോ എൻ്റെ മക്കൾസിന്? കുറച്ചിങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പാടാണോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ അതൊന്നും കൂടി ഇത് ഇവിടെ എടുത്ത് എഴുതാം. 2 × 1/4a ഇൻറ്റു -1/2b ഇങ്ങനെയാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതും ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? 1 × a എന്ന് വെച്ചാൽ a, 1 × b എന്ന് വെച്ചാൽ b. അപ്പോൾ a × b എന്ന് വെച്ചാൽ a b. പിന്നെ ഇവിടെ എന്തുണ്ട്? നെഗറ്റീവ് സൈൻ. ഡിനോമിനേറ്ററിൽ 2 × 2 4. ഇപ്പോൾ പിടി കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? ദെൻ പ്ലസ് ഇൻറ്റു മൈനസ്. ഈ 2ഉം ഈ 2 എന്താവും? ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇവിടെ b ആണുള്ളത്. b × 1 എന്താണ്? b തന്നെയാണ്. അപ്പോൾ -b. ഓക്കെ, ഇനി അടുത്തത് അതേപോലെ തന്നെ ഇതും ക്യാൻസൽ ആവും. ഇതും. അപ്പോൾ ഇവിടെ എന്താ കിട്ടിയത്? 2. അതായത് പ്ലസ് 1 × 1 1, 1 × a/2. മനസ്സിലായോ അത് മക്കൾസിന്? അതായത് നമുക്ക് അവിടെ ഉണ്ടായിരുന്നത് ഇതേപോലെയാണ്.
2 ഇൻറ്റു 1 ഇൻറ്റു 1/4 എ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതും ക്യാൻസൽഡ്. അപ്പോൾ 1 ഇൻറ്റു 1 1, 1 ഇൻറ്റു എ ബൈ എന്തെന്ന് വരും നമുക്ക് 2 എന്ന് വരും. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. 1 ഇൻറ്റു എ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ ബൈ 16 പ്ലസ് 1 ഇൻറ്റു ബി സ്ക്വയർ എന്താണ്? ബി സ്ക്വയർ ബൈ 4 പ്ലസ് 1 പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ് എ ബി ബൈ 4 മൈനസ് ബി പ്ലസ് എ ബൈ 2. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് ഈ ചെയ്യുന്നതെന്ന്. ഓക്കെ ആണല്ലോ? കണ്ടില്ലേ, നമ്മുടെ ഫൈനൽ ആൻസർ ഇതാണ്. അപ്പോൾ സൈൻ ഒന്നും തെറ്റിപ്പോകരുത്, എല്ലാം കറക്റ്റായിട്ട് ഇട്ട് വേണം എഴുതാനായിട്ട്. സോ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പാൻഡ് 3a മൈനസ് 1/a ദ ഹോൾ ക്യൂബ്. ഇവിടെ നമ്മൾ ഏത് ഐഡൻറ്റിറ്റിയെ യൂസ് ചെയ്യേണ്ടുള്ളത്? ക്യൂബാണ് പുറത്ത് വന്നിരിക്കുന്നത്, നെഗറ്റീവ് സൈൻ ഉണ്ട് നടുക്ക്. അപ്പോൾ നമ്മൾ ഏത് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യും? എക്സ് മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ഐഡൻറ്റിറ്റി. എന്താണത്? എക്സ് ക്യൂബ് മൈനസ് പിന്നെ എന്താണ്? 3x സ്ക്വയർ വൈ പ്ലസ് 3xy സ്ക്വയർ മൈനസ് വൈ ക്യൂബ്. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതനുസരിച്ചിട്ട് അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ 3a മൈനസ് 1/a ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ പ്ലേസിൽ ആരാണുള്ളത്? 3a ദ ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? 3a, അതിൻ്റെ എന്താണ്? സ്ക്വയർ ഇൻറ്റു വൈയുടെ പ്ലേസിൽ എന്താണുള്ളത്? 1/a പ്ലസ് 3 ഇൻറ്റു XY സ്ക്വയർ. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ ഉള്ളത് എന്താണ്? 3a ഇൻറ്റു വൈൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? 1/a. 1/aയുടെ എന്താണ്? സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടേ എഴുതാവൂ. ഇത് ഇങ്ങനെയൊന്നും ആരും എഴുതരുത്, ഇത് റോങ് ആണ്, ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ദെൻ മൈനസ് വൈ ക്യൂബ്, വൈയുടെ പ്ലേസിൽ എന്താണ് നടക്കുന്നത്? 1/a, അതും ഹോൾ ബ്രാക്കറ്റ് ഇട്ട് വേണം എഴുതാനായിട്ട്. ഇസ് ഈക്വൽ ടു 3യുടെ ക്യൂബ് എന്താണ്? 27a ക്യൂബ് മൈനസ് 3 ഇൻറ്റു 3യുടെ സ്ക്വയർ എന്താണ്? 9a സ്ക്വയർ അല്ലേ? എൻ്റെ സ്ക്വയർ a സ്ക്വയർ ഇൻറ്റു 1/a പ്ലസ് 3 ഇൻറ്റു 3 എന്താണ്? 9a ഇൻറ്റു 1ൻ്റെ സ്ക്വയർ 1/aൻ്റെ സ്ക്വയർ a സ്ക്വയർ മൈനസ് 1ൻ്റെ ക്യൂബ് 1/aൻ്റെ ക്യൂബ് a ക്യൂബ് ഇസ് ഈക്വൽ ടു ഈ എയും ഇവിടെ a സ്ക്വയർ എന്ന് പറയുമ്പോൾ 2a ഉണ്ട്. അപ്പോൾ അതിലൊരു എയും എന്തായി? ക്യാൻസലായി. അതേപോലെ ഈ എയും ഈ a സ്ക്വയറിൽ ഒരു എയും എന്തായി? ക്യാൻസലായിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ എന്താ കിട്ടിയത്? 27a ക്യൂബ് അല്ലേ? 27a ക്യൂബ് മൈനസ് 9 3s are 27. ഇവിടെ ഇനി ഒരു a ഉള്ളൂ. പ്ലസ് അടുത്തത് എന്താണുള്ളത്? ഇവിടെ 9 പിന്നെ എന്തുണ്ട്? ഡിനോമിനേറ്ററിൽ a ഉണ്ട്. 9/a മൈനസ് പിന്നെ ഇവിടെ എന്താണുള്ളത്? 1/a ക്യൂബ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പോൾ പിടികിട്ടി എല്ലാവർക്കും? അതായത് ഇതൊന്നും കൂടി മിസ് പറഞ്ഞു തരാം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് 3 ഇൻറ്റു 9a സ്ക്വയർ ഇൻറ്റു 1/a. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 9 ഇൻറ്റു a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 2a ഇൻറ്റു 1/a. കണ്ടോ? അപ്പോൾ ഈ എയും ഈ എയും ക്യാൻസലായി പോകും. അപ്പോഴാണ് നമുക്ക് ഈ ഒരു a മാത്രമായിട്ട് വരുന്നത്. അതിപ്പോൾ ഇങ്ങനെ എടുത്ത് എഴുതി ചെയ്യണമെന്നില്ല, ഈ എയും ഇതിലൊരു എയും ആണെന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫാക്ടറൈസ് 12x സ്ക്വയർ മൈനസ് 7x പ്ലസ് 1. ഇതാണ് നമ്മളോട് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് വഴി. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് ചെയ്യുന്നത് പറഞ്ഞുതരാവേ. അതായത് നമ്മുടെ ലാസ്റ്റത്തെ ടേം 1 ഇൻറ്റു നമ്മുടെ ഫസ്റ്റിലത്തെ വേരിയബിളിൻ്റെ കോഫിഷ്യൻറ്റ് അതെന്താണ്? 12. ഇത് രണ്ടും കൂടി വേണം നമ്മൾ മൾട്ടിപ്ലൈ. ലാസ്റ്റത്തതും ഫസ്റ്റിലത്തേൻ്റെ കോഫിഷ്യൻറ്റും കണ്ടോ? അപ്പോൾ 1 ഇൻറ്റു 12 എന്ത് കിട്ടും നമുക്ക്? 12. ഇനി നമ്മൾ 2 നമ്പർ ചൂസ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ പ്രോഡക്റ്റ് എന്തായിരിക്കണം? ഈ 12 ആയിരിക്കണം. അതേ നമ്പർ വെച്ച് തന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തും കിട്ടണം? നടുക്ക് കിടക്കുന്ന -7 കിട്ടണം. ഈ സൈൻ ഉൾപ്പെടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഏതായിരിക്കും ആ 2 നമ്പേഴ്സ്? 4 3s are നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 12 കിട്ടുന്നുണ്ട്. 4 + 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 7. പക്ഷേ നെഗറ്റീവ് സൈൻ വേണം വരാൻ. അപ്പോൾ എന്ത് ചെയ്യും? ഇൻറ്റീജേഴ്സ് റൂളിൽ പഠിച്ചിട്ടുണ്ട്, രണ്ടിടത്തും നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനും പറ്റും, ആൻസറിൽ നെഗറ്റീവ് സൈനും വരും. അതേപോലെ ഇവിടെ ഇതേ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുത്താൽ 4 3s are 12 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 12 കിട്ടും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ നമ്പേഴ്സ്? -4ഉം -3.
ഇനി 7ൻ്റെ കൂടെ എന്തുണ്ട് വേരിയബിൾ എക്സ്. സോ നമുക്ക് അതിവിടെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? അതായത് ഇനി -7x പ്ലേസിൽ നമ്മൾ ഈ 2 നമ്പർ വേണം എടുത്തെഴുതാം. അപ്പം 12x², ഇവിടെ എന്താ ഉള്ളത് -4x, പിന്നെന്താ ഉള്ളത് -3x +1. ഇനി എന്ത് ചെയ്യണം? ഇത് തമ്മിൽ നമ്മൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എടുത്ത് എഴുതിയിട്ട് അതിൽ നിന്ന് കോമൺ എടുക്കണം. 12x² എന്ന് പറയുമ്പോൾ 4 × 3 × x × x. ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയുമ്പോൾ 4 × x. കോമൺ എന്തൊക്കെയുണ്ട്? 4ഉം ഉണ്ട്, ഈ എക്സും ഉണ്ട്. സോ 4x ആണ് കോമൺ. അപ്പോൾ ബ്രാക്കറ്റിൽ ഇവിടെ എന്തുണ്ട്? ബാലൻസ് 3x, അതെടുത്ത് എഴുതുക. ദെൻ മൈനസ് സൈൻ. ഇവിടെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ 1 ഇട്ട് കൊടുക്കുക. ഓക്കെ. ഇനി ഇവിടെ മൈനസും പ്ലസും ആണ്. ആദ്യമേ കയറി സൈൻ ഇട്ട് ആരും തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ. ഇനി നമുക്കിതിൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് എടുത്തെഴുതാം. 3 × x, ഇവിടെ ഫാക്ടർ 1 × 1. ഇവിടെ 3 × x എന്ന് പറയുമ്പോൾ ഇതിൽ ആരും വരുന്നുണ്ട്? ഫാക്ടറായിട്ട് 1ഉം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ആരെ എടുക്കാം? 1നെ. അപ്പോൾ മിസ് 1 ഇട്ടു. ബ്രാക്കറ്റിൽ ഇവിടെ ബാലൻസ് എന്തൊക്കെയുണ്ട്? 3x. ഇവിടെ ബാലൻസ് എന്തുണ്ട്? 1. ഇനി സൈൻ എങ്ങനെ ഇടണമെന്നറിയാം. ഇവിടുത്തെ ബ്രാക്കറ്റിൽ എന്താണോ സൈൻ അതെടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കുക. കാരണം ഇവിടെ രണ്ടിടം എപ്പോഴും സെയിമേ വരുള്ളൂ. അപ്പോൾ നടുക്ക് എന്തിട്ട് കൊടുക്കും? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 × 3x, 3x എന്ന് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ 3xൻ്റെ സൈൻ എന്താണ്? മൈനസ്. അപ്പോൾ അത് വേണം ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സൈൻ തെറ്റിപ്പോവും. ഈ ട്രിക്ക് എല്ലാവരും അപ്ലൈ ചെയ്തോണം. അപ്പോൾ രണ്ടിടത്ത് കോമൺ ആയിട്ടുള്ളത് ആരാണ്? 3x - 1. അല്ലാതെ ഉള്ളത് ആരാണ്? 4x - 1. കണ്ടില്ലേ? ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ 5x - 4x² + 3 at x is equal to -1. എക്സിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. 5x - 4x² + 3. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കണം? -1. -4 × എക്സിൻ്റെ പ്ലേസിൽ -1, അതിൻ്റെ സ്ക്വയർ +3. 5 × -1 എന്താണ്? -5. ദെൻ -4 × മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 + 3. സോ -5 -4 +3. 2 നെഗറ്റീവ് സൈൻ വന്ന നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് സൈൻ ഇട്ട് കൊടുക്കണം? നെഗറ്റീവ് സൈൻ +3. അപ്പോൾ ഡിഫറെൻറ്റ് സൈനാണ്. അപ്പോൾ നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം. എന്നിട്ട് ബിഗസ്റ്റ് നമ്പറിൻ്റെ സൈൻ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ എന്താണ് ആൻസർ കിട്ടിയത്? -6. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് xy = 12 ആൻഡ് x + y = 3 then x² + y². എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്? നമ്മളെടുത്ത് xy 12 ആണെന്നും x + y = 3 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടില്ലേ? x + y² = x² + y² + 2xy. ഇത് നിങ്ങൾ ചിലപ്പോൾ എയും ബിയും ഇട്ടിട്ടായിരിക്കാം പഠിച്ചിരിക്കുക അല്ലേ? അയ്യോ സോറി, ഇവിടെ ആയിരുന്നു കണ്ടോളൂ. അതായത് a + b² = a² + b² + 2ab. ഇതായിരിക്കാം നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റി. നമ്മുടെ ഫസ്റ്റ് ഐഡൻറ്റിറ്റി അത് മിസ് എക്സിലും വൈയിലും ആക്കി എഴുതി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ ഐഡൻറ്റിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോളൂ. അതായത് നമ്മുടെ എന്താണ് x + y നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? 3. നമുക്ക് ഈ ഒരു ഐഡൻറ്റിറ്റിയിലോട്ട് ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? 3² = x² + y². അതേപടി നമ്മൾ എഴുതി +2 × xyയുടെ വാല്യൂ എന്താ തന്നിരിക്കുന്നത്? 12. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 3ൻ്റെ സ്ക്വയർ 9 = x² + y² + 12 2 എത്രയാണ്? 24. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടുള്ളത് ഇതിൻ്റെ വാല്യൂ ആണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ കിടക്കുന്ന +24നെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യും. അപ്പം 9 + 24 ഇപ്പുറം വരുമ്പോൾ എന്താകും? -24 = x² + y². അപ്പോൾ 24 - 9 എത്രയാണ് കിട്ടുന്നത്? 50. പക്ഷേ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ മൈനസ് ചെയ്യുന്ന രീതി കിടക്കുന്നതുകൊണ്ട് ആൻസറിൻ്റെ കൂടെ നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് കിട്ടിയത്? x² + y²ൻ്റെ വാല്യൂ -15 അല്ലേ? ഇത് തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് -15 എന്ന് കിട്ടി. = ഇവിടെ എന്താ ഉള്ളത്? x² + y². അങ്ങനെ എഴുതിയപ്പോൾ എന്തേ കിട്ടി? നമ്മുടെ വാല്യൂ എന്താണ്? വാല്യൂ -15. ഈസി അല്ലേ ചെയ്യാനായിട്ട്? അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ആരും ചെയ്യാൻ അറിഞ്ഞൂടാതിരിക്കരുത്. ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടെത്തിക്കണം. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 12 ആൻഡ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 27 ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ എല്ലാ മക്കൾസും നേരെ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബിൻ്റെ വാല്യൂ ആണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരെ എല്ലാ മക്കൾസും പോയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എന്തായിരുന്നു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ. ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടായിരിക്കും മിക്ക മക്കൾസ് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും, ആൻസർ കിട്ടൂല. അപ്പോൾ നിങ്ങൾ തെറ്റാണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ചെയ്യാതിരുന്നാളെ. അപ്പോൾ ഓർക്കുക, ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടുള്ള ഐഡൻറ്റിറ്റി ഇതല്ല. പിന്നെ ഏത് ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്യേണ്ടുള്ളത്, എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് ഐഡൻറ്റിറ്റി വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ക്യൂബ് പ്ലസ് അല്ലേ വൈ ക്യൂബ് പ്ലസ് 3xy ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നിങ്ങൾ രണ്ട് രീതിയിൽ എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബിൻ്റെ ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയും പഠിച്ചിട്ടുണ്ട്, ഇതേപോലെയും പഠിച്ചിട്ടുണ്ട്. അതായത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വൈ പ്ലസ് 3xy സ്ക്വയർ. ഇതും പഠിച്ചിട്ടുണ്ട്, ഇതും പഠിച്ചിട്ടുണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതായിരിക്കും കുറേ കൂടി ബെറ്റർ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്ന മക്കൾസ് ആണ് എന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് മിസ് കാണിച്ചു തരാം. അതായത് ഇവിടെ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എന്താണ് തന്നിരിക്കുന്നത്, 12, xy 27. ഓക്കെ, എക്സ് പ്ലസ് വൈ 12ഉം xy 27 ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്ന മക്കൾസിന് യാതൊരു വിഷമവും ഇല്ലാതെ എക്സ് പ്ലസ് വൈയുടെ പ്ലേസിൽ 12ഉം എക്സ് വൈൻ്റെ പ്ലേസിൽ 27ഉം എക്സ് പ്ലസ് വൈൻ്റെ പ്ലേസിൽ 12ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എളുപ്പം കിട്ടും. ചില കുട്ടികൾ ഇത് പഠിച്ചു വെച്ചിരിക്കുന്ന മക്കൾസാണ്. അവർക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് മിസ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് സിമ്പിളായിട്ട് ഈ വാല്യൂസ് അവിടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് മിസ് പറഞ്ഞുതരാം. അതായത് എക്സ് പ്ലസ് വൈ ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ 3xy ഈ രണ്ട് ടേംസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 3xy എന്തുണ്ട്, കോമൺ ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മളിനി പുറത്തെടുത്തു. ഇനി ബാലൻസ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ ഒരു എക്സിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു എക്സ് ബാലൻസ് ഉണ്ട്. വൈ ഡേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി വേറെ ഒന്നുമില്ല, പ്ലസ് ഇവിടുന്ന് 3xy ഡേ ഇനി പുറത്തെടുത്തു. അതായത് വൈ സ്ക്വയറിൽ ഒരു വൈന് വന്നു, പിന്നെ ഒരു വൈയും കൂടിയേ ഉള്ളൂ ബാലൻസ്. അത് ദേ നമ്മളിവിടെ എടുത്തെഴുതി, കണ്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് പഠിച്ച മക്കൾസ് ഇപ്പം ഇതേപോലെ തന്നെ ആയില്ലേ, ഇതും കണ്ടില്ലേ. ഇനി നമ്മൾ നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഈ രണ്ട് രീതിയിലും നമ്മൾ ഈ ഐഡൻറ്റിറ്റി പഠിക്കണുണ്ട്. അപ്പോൾ ചില മക്കൾസ് പഠിച്ച ഐഡൻറ്റിറ്റി ഇതായിരിക്കും. അപ്പോൾ അവരെങ്ങനെയാണ് ചെയ്യേണ്ടുള്ളതെന്ന് അറിയാൻ വയ്യാണ്ടിരിക്കും. അവർക്കാണ് അത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ എഴുതുന്നതും പഠിപ്പിച്ചു തന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഫൈനലി നമുക്ക് കിട്ടുന്നത്. അതായത് ഇത് പഠിച്ച മക്കൾസിനെ പോലെ തന്നെ ഇപ്പം നമുക്കും കിട്ടി ഈ ഒരു ഐഡൻറ്റിറ്റി. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എന്താണ്, 12 ക്യൂബ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എക്സ് വൈ എന്താണ് 27 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്താണ് 12. ബ്രാക്കറ്റ് ഇടണമെന്നില്ലായിരുന്നു. ഓക്കെ, ഓർക്കാതെ ഇട്ടതാണേ. 12ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ് എൻ്റെ മക്കൾസെ, 12 സ്ക്വയർ 144. അപ്പോൾ 144 ഇൻറ്റു 12 4 2 are 8 8 2 4 4 1 8 12 1 4 5 6 7 1 1728 is equal to x cube plus y cube plus ഇവിടെ എന്തായിരുന്നു 3 ഇൻറ്റു 27 ഇൻറ്റു 12 അല്ലേ. ഓക്കെ, അപ്പോൾ 1728 is equal to x cube plus y cube plus ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്ത് നോക്കാം. 27 ഇൻറ്റു 12 ആദ്യമേ അങ്ങ് ചെയ്യാം. 7 2s are 14 1 2 2s are 4 plus 1 5 7 2 4 12 1 324. ഇനി 324 ഇൻറ്റു എന്താ ചെയ്യേണ്ടുള്ളത് 3. 4 3s are 12 1 3 2s are 6 7 3 3s are 9. അപ്പോൾ എന്താ കിട്ടിയത് 972. ഇനി നമ്മൾ എന്ത് ചെയ്യണം, 972നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ.
അപ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 1728 മൈനസ് എന്ത് വരും 972 ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ്. അപ്പോൾ ഇത് നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 1728ഉം 972. അപ്പോൾ 6, ദെൻ ഇവിടെ 6, ദെൻ ഇവിടെ 12, ദെൻ 5, ദെൻ 9, 10, 11, 12, 13, 14, 15, 16, 7 വരും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 756 എന്നാണ് എന്ത് കിട്ടുന്നത് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബിൻ്റെ ആൻസർ കിട്ടുന്നത്. Therefore, x cube plus y cube is equal to 756. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? അപ്പം ഈ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബിൻ്റെ ആൻസർ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും എടുത്ത് വെച്ചിട്ട് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യരുത്. നമ്മൾ യൂസ് ചെയ്യേണ്ടുള്ള ഐഡൻറ്റിറ്റി ഇതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.